സമാധാനം. നമ്മൾ ഓരോരുത്തരും തിരക്കിട്ട ജീവിതത്തിൽ സമാധാനം തേടുന്നു. അത് വലിയ കൊട്ടാരങ്ങളിലോ അണമുറിയാത്ത സമ്പത്തിലോ അല്ല ഒളിഞ്ഞിരിക്കുന്നത്, മറിച്ച് നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. കയ്യുക്കുള്ളവൻ കാര്യക്കാരനായാൽ സമാധാനമുണ്ടാകുമോ? ഒരു കൈയിൽ മാത്രം അധികാരം കേന്ദ്രീകരിക്കുമ്പോൾ അവിടെ സമാധാനമുണ്ടാകാൻ സാധ്യതയില്ല. കാരണം ഒരാളുടെ ശക്തിക്ക് മുകളിൽ അധിഷ്ഠിതമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ദുർബലരായവർ അടിച്ചമർത്തപ്പെടാൻ സാധ്യതയുണ്ട്. അവിടെ നീതി നഷ്ടപ്പെടുകയും ഭയം നിറയുകയും ചെയ്യുമ്പോൾ യഥാർത്ഥ സമാധാനം അപ്രത്യക്ഷമാകും. സമാധാനം നിലനിൽക്കണമെങ്കിൽ നീതിയും തുല്യതയും അത്യാവശ്യമാണ്. ലോകത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരുപാട് സംഘർഷങ്ങളും യുദ്ധങ്ങളും നമുക്ക് ചുറ്റുമുണ്ട്. എന്നാൽ സമാധാനത്തെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുന്ന ഭരണാധികാരികളുണ്ടെങ്കിൽ ഈ അവസ്ഥയ്ക്ക് മാറ്റം വരും. സ്വാർത്ഥ താൽപര്യങ്ങൾ മാറ്റിവെച്ച് ജനങ്ങളുടെ നന്മയെ മുൻനിർത്തി തീരുമാനങ്ങളെടുക്കുന്ന ഭരണാധികാരികൾക്ക് ലോകത്ത് സമാധാനം കൊണ്ടുവരാൻ സാധിക്കും. അവർക്ക് അധികാരത്തേക്കാൾ വലുത് മനുഷ്യത്വമാണെന്ന ബോധ്യമുണ്ടാകും. അത്തരത്തിലുള്ള ഭരണാധികാരികൾ ഒന്നിക്കുമ്പോൾ അതിർത്തികൾക്കപ്പുറം ലോകമൊരു കുടുംബമായി മാറും. ഒരു പുഞ്ചിരി നൽകുന്നതിലൂടെ, ഒരു നല്ല വാക്കു പറയുന്നതിലൂടെ, ഒരു കൈത്താങ്ങ് നൽകുന്നതിലൂടെ നമുക്ക് സമാധാനം കണ്ടെത്താം. ഓരോ ചെറിയ കാര്യങ്ങളിലും നാം സമാധാനം നിറയ്ക്കുമ്പോൾ ആ ചെറിയ നന്മകൾ വലിയ മാറ്റങ്ങളായി ലോകത്തിൽ പ്രതിഫലിക്കും. നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാൻ ശ്വാസമെടുത്തു തുടങ്ങാം. ദേഷ്യത്തെ സ്നേഹം കൊണ്ട് നേരിടാം. വെറുപ്പിനെ കാരുണ്യം കൊണ്ട് കീഴടക്കാം. സമാധാനം നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനമാകട്ടെ, മറ്റുള്ളവർക്ക് പ്രചോദനമാകട്ടെ. നമുക്കൊരുമിച്ച് ഈ ലോകത്തെ കൂടുതൽ സമാധാനമുള്ള ഒരിടമാക്കി മാറ്റാം.